എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം തൃശങ്കുവിൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ നിർത്തിയത് ഇനി നമ്മൾ ശുനശേപൻ്റെ കഥ പറയുമെന്നാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ശുനശേപൻ്റെയും അല്ലെങ്കിൽ തൃശങ്കുവിൻ്റെയും ഒന്നും കഥ അധ്യാത്മരാമായണത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇത് വാൽമീകി രാമായണത്തിൽ അവിടെ ഈ ശ്രീരാമനൊക്കെ സീതാ സ്വയംവരത്തിന് വരുമല്ലോ, ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വരുമ്പോ ഈ ശതാനന്ദൻ ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. വിശ്വാമിത്രൻ വരുന്നതാണ് ഈ കഥ. അതെ അതെ, വിശ്വാമിത്രൻ നിങ്ങളുടെ സംരക്ഷകനായത് എത്ര മഹാഭാഗ്യമാണ്. മഹാഗുരുവാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷത്രിയനാണ്. അപ്പം മഹർഷിമാർക്കില്ലാത്ത ഗുണം മോള് മുമ്പേ ചോദിച്ചില്ലേ, ആ ഗുണമുണ്ട്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യാനുള്ള ഒരു വല്ലാത്ത കഴിവ് അല്ലെ ആഗ്രഹം വിശ്വാമിത്രനുണ്ട്. അതിന്റെ വേറൊരു കഥ കൂടെ പറഞ്ഞ് നമുക്ക് ഈ വിശ്വാമിത്രന്റെ കഥയിൽ നിന്നും അടുത്തതിലോട്ട് മാറാം. അപ്പൊ ഇവിടെ ശുനശേപന് പറഞ്ഞ മാതിരിയാ, വല്ലാതെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാ ശുനശേപന്റെ. അതായത് ഇദ്ദേഹം പുഷ്കര തീരത്ത് വന്ന് തപസ് ചെയ്യാനായിട്ട്, സമാധാനമായിട്ട് തപസ് ചെയ്യാനായിട്ടിരിക്കും. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം ഓർത്തോണം, എന്തു വന്നാലും ഞാൻ ബ്രഹ്മർഷി പദം നേടും, അതിനുവേണ്ടി നിരന്തരം തപസ് അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ വന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത് അംബരീഷൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, അയോധ്യാധിപതിയാണ് അദ്ദേഹം. അപ്പൊ ഈ രാജാക്കന്മാരെ എല്ലാം യാഗം ചെയ്യും, അതറിയാലോ. കാരണം രാജാവ് യാഗം ചെയ്ത് യാഗത്തിന്റെ 1/6 ഈ 1/6 എല്ലാത്തിലും ഇപ്പൊ രാജാവ് നികുതി പിരിക്കുന്നതും മനുഷ്യരിൽ നിന്ന് 1/6. ഈ 1/6 ദേവന്മാർക്ക് പോകണം, എങ്കിലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മിതമായ കാലാവസ്ഥയും മഴയും വെയിലും ഒക്കെ തന്ന് രക്ഷിക്കും. അതിനുവേണ്ടി യാഗം ചെയ്യും. അദ്ദേഹം ഇങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യജ്ഞപശുവിനെ ദേവേന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഈ പുരോഹിതൻ പറഞ്ഞു, രാജാവിന്റെ ദുർനയ നിമിത്തമാണ് യജ്ഞപശു മോഷ്ടിക്കപ്പെടുന്നത്. അതങ്ങ് ഇതുപോലത്തെ സ്വഭാവമാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, നമുക്കൊരു രാജ്യത്തിന് ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം, എത്രയും പെട്ടെന്ന് ഈ യജ്ഞപശുവിനെ കണ്ടുപിടിക്കണം. അഥവാ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പകരം ഒരു മനുഷ്യനെ, നരനെ നമുക്ക് യജ്ഞപശുവായിട്ട് കിട്ടണം. ഇദ്ദേഹം നാനാവഴിക്കും ആളിനെ വിട്ടു ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങും കാണുന്നില്ല, കാരണം ദേവേന്ദ്രൻ കൊണ്ടുപോയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആയിരക്കണക്കിന് പശുക്കളെ എടുത്തോണ്ട് ഒരു നരനെ കിട്ടാൻ, ഒരു മനുഷ്യനെ കിട്ടാനായിട്ട് ആളുകളെ നാനാ വഴിക്കും വിട്ടു. എല്ലായിടത്തും, നഗരത്തിലും ഗ്രാമത്തിലും തപോവനത്തിലും എല്ലാം പോയി ആളുകൾ തിരക്കി. പക്ഷെ ആരും കൊടുക്കാൻ തയ്യാറായില്ല. രാജാവ് വിഷമിച്ചു, വില കൂട്ടി, കൂടുതൽ ലക്ഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നിട്ടും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ രാജാവ് ഭൃഗുതുങ്കത്തിൽ ചെന്നു. അവിടെ ഋചികൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്. അദ്ദേഹം ഒരു 3 ആൺപിള്ളേരാ. ആ പിള്ളേര് അമ്മയും ഒക്കെ ആയിട്ട് ഇദ്ദേഹം തപസ് തന്നെയാണ്, ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്ത് ജ്വലിക്കുന്ന ആളെന്നാ പറയുന്നത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ നഷ്ടപ്പെട്ടു, അങ്ങേക്ക് 3 മക്കളുണ്ടല്ലോ, അതില് ഒരാളെ എനിക്ക് 1,00,000 പശുക്കളെ, ഗോക്കളെ ഞാൻ തരാം, അതിന് പകരമായിട്ട് എനിക്കതില് ഒരു മകനെ തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, മൂത്തവൻ എനിക്ക് പ്രാണപ്രിയനാണ്, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, യാതൊരു കാരണവശാലും ഞാൻ അവനെ തരില്ല എന്ന് പറയും. ഇത് കേട്ടോണ്ട് വരികയാണ് ഋഷിയുടെ ഭാര്യ. അപ്പൊ അദ്ദേഹം അവരോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു മൂത്തവനെ തരത്തില്ലെന്ന്, പക്ഷെ ഇളയ ശുനകനുണ്ടല്ലോ, എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അവനെ വിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യാതൊരു കാരണവശാലും ഞാൻ ഇളയ മകനെ തരില്ല. നടുവിലുള്ള ആള് മാത്രം ബാക്കിയല്ലേ. ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് നടുവിൽ ഉള്ളവൻ. അദ്ദേഹം അവൻ കുഞ്ഞ ചിന്തിച്ചു, അച്ഛൻ മൂത്തയാളിനെ തരില്ല എന്ന് പറഞ്ഞു, അമ്മ ഇളയവനെയും കൊടുക്കത്തില്ല, അപ്പൊ വിൽക്കപ്പെടേണ്ടവൻ ഞാനാണ്. അതുകൊണ്ട് അദ്ദേഹം രാജാവിന്റെ മുമ്പിലോട്ട് മാറുമെന്ന് പറഞ്ഞു, ഞാൻ വരാം, എന്നെ അങ്ങ് വിലക്കെടുത്താലും സ്വീകരിച്ചാലും എന്ന് പറയും. അപ്പൊ തന്നെ വലിയ സന്തോഷമായി രാജാവിന്. ഉടനെ തന്നെ രാജാവ് ഗോക്കളെ കൊണ്ടിരുന്നു, സ്വർണ്ണ നാണയ കൂമ്പാരം, സ്വർണ്ണങ്ങളുടെ ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങള് ഇവർക്ക് കൊടുത്തു. എന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് രഥത്തിൽ കയറി ഇദ്ദേഹം ഇങ്ങനെ പോവുക. ആ കുഞ്ഞിന്റെ മനസ്സിലെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കിയേ, സങ്കടപ്പെട്ടു പോവുക, പക്ഷെ ഒന്നും കാണിക്കാതെ. അങ്ങനെ ഒരു മധ്യാഹ്നമായപ്പോഴേക്കും ഇവര് പുഷ്കര തീരത്ത് ചെല്ലുക. 3 പുഷ്കരങ്ങളാണ്. അതില്
ഒരിടത്താ ചെന്നത്. ജ്യേഷ്ഠ പുഷ്കരത്തിലാണ്, വലിയ പുഷ്കരം, അവിടാണ് ഈ വിശ്വാമിത്രൻ ഉള്ളത്. അവിടെ തപസ് ചെയ്യുക. അപ്പൊ അവിടെ ചെന്ന് ഈ രാജാവ് വിശ്രമിക്കുകയാണ്. കുറച്ചു സമയം പുഷ്കര തീരത്തിറങ്ങി വിശ്രമിക്കുന്ന സമയം ഇദ്ദേഹം അവിടെ ഇങ്ങനെ ജ്യേഷ്ഠ പുഷ്കരത്തിൽ വിശ്വാമിത്രനുണ്ടെന്ന് അറിഞ്ഞതാവാം. ഈ കുഞ്ഞ് അങ്ങോട്ട് ചെന്നു. ശരിക്കു പറഞ്ഞാൽ വിശ്വാമിത്രന്റെ സഹോദരി സത്യവതിയുടെ മകനാണ് ഈ കുഞ്ഞ്, അമ്മാവന. അവിടെ ചെല്ലും, വിശ്വാമിത്രനെ കാണുകയും കൊട്ടിക്കരഞ്ഞ് കാലിൽ അങ്ങ് വീഴുക. എന്നിട്ട് പറയും, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് തുണയ്ക്ക് ആരുമില്ല, ബന്ധുക്കളില്ല, അങ്ങാണ് എൻ്റെ എല്ലാം. എന്നിട്ട് ഈ കാര്യങ്ങൾ മൊത്തം പറയുന്നു, വിശ്വാമിത്രൻ്റെ അടുത്ത് പറയും. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാകും. ഈ കുഞ്ഞിനെ ക്ഷീണിച്ച് അങ്ങ് താഴെ കിടക്കുക, എന്നെ രക്ഷിക്കണം, എനിക്ക് ആരുമില്ല, ഇങ്ങനെ പറഞ്ഞ് കിടക്കുകയാണ്. എന്നെ ധർമാനുസാരം രക്ഷിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് യാഗം ചെയ്ത് തപസ് ചെയ്ത് എനിക്ക് സ്വർഗം, ദീർഘായുസായിട്ട് എനിക്ക് സ്വർഗത്ത് പോകണം. അപ്പം ഇദ്ദേഹം ഇതെല്ലാം കേൾക്കും. എന്നിട്ട് പറയും, മക്കളെ വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇത് ഇങ്ങനൊരു സംഭവമാണ്, നിങ്ങളിൽ ഒരാൾ ഇതിനൊരു പ്രതിവിധി കാണണം. പക്ഷെ മക്കൾക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, അവനവന്റെ മക്കളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേറൊരാളെ, ഇതുപോലൊരു അച്ഛനെ വേറെ രക്ഷിക്കുകയാണോ, ഇതുപോലൊരു അച്ഛനെ എന്ന് പറഞ്ഞ് നിന്ദിക്കും ഇദ്ദേഹത്തിനെ. ഇദ്ദേഹം ശപിക്കും, നിങ്ങൾ ഇതുപോലെ നൈമാംസം തിന്ന് അല്ലെങ്കിൽ തിരിയട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. അവിടെ ഈ സംഭവിച്ചത് തൃശങ്കുവിന് അഭയം കൊടുത്തത് പോലെയാണ്. വിശ്വാമിത്രന്റെ ഒരു വലിയ ഗുണമാണ്. അതെ അതെ, ആശ്രയം തേടുന്നവരെ ഉപേക്ഷിക്കില്ല. ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിന് 2 അനാമയമായ 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. ഞാൻ ഈ മന്ത്രം തരും, എന്നിട്ട് നിന്നെ കൊണ്ടുവന്ന് അവിടെ യൂപത്തില് കെട്ടും. അത് വിഷ്ണുവിനെ ആവാഹിച്ച യൂപമാണ്. അവിടെ ദർഭക്കയറുകൊണ്ട് കെട്ടും. പിന്നെ ചുടല മാലയിടിക്കും, രക്താംബരം ഇതെല്ലാം ചെയ്യിക്കും. ആ സമയത്ത് അഗ്നിയെ നോക്കിയിട്ട് നീ ഈ മന്ത്രങ്ങൾ 2 ശ്രദ്ധയോടെ ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞിന്റെ അടുത്ത് മുന്നേ ഇരുത്തി, ഇതെല്ലാം ഈ വിശ്രമിക്കുന്ന സമയത്താണ്. കുഞ്ഞു മുന്നേ ഇരുന്നു. അദ്ദേഹം ഉടനെ തന്നെ ഈ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ ശക്തി ചോരാതെ തന്നെ കുഞ്ഞാ മന്ത്രം ഉൾക്കൊണ്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ് നേരെ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നമുക്ക് പോകാം, പെട്ടെന്ന് തന്നെ അങ്ങനത്തെ യജ്ഞദീക്ഷ എടുത്താട്ടെ, നമുക്ക് പെട്ടെന്ന് യജ്ഞം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷം. എന്നിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം, ഈ കുഞ്ഞ് വിശ്വാമിത്ര മഹർഷിയോട് പറയും, രാജാവിന് ഒരു കുഴപ്പവും വരാനും പാടില്ല. കാരണം ചിലപ്പോൾ എനിക്ക് ആയുസ് കിട്ടിയെങ്കിൽ രാജാവിന്റെ യാഗം മുടങ്ങാനും പാടില്ല. അങ്ങനത്തെ ഒരു കുഞ്ഞാണത്. എന്നിട്ട് അവിടെ ചെന്നു. ഉടനെ തന്നെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി എല്ലാവരുടെയും അനുവാദത്തോടെ തന്നെ യജ്ഞം ആരംഭിച്ചു. ഈ യൂപം കൊണ്ടുവന്നു, അതിലെ കുഞ്ഞിനെ കൊണ്ടുവന്നു, രക്താംബരം ചാർത്തി മാലയിട്ടു, ദർഭക്കയറുകൊണ്ട് ഈ യൂപത്തെ കെട്ടുകയാണ്. അതാണ് ചടങ്ങ്. കാരണം ഓടി രക്ഷപ്പെടാതിരിക്കാൻ ചെയ്യുന്ന. അങ്ങനെ ചെയ്തു. ഒരു ഭയവുമില്ലാതെ കുഞ്ഞ് അവിടെ നിന്ന് തൊഴുതു പിടിച്ചുകൊണ്ട് അഗ്നിയെ നോക്കി ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഇന്ദ്രനെയും വിഷ്ണുവിനെയും ഒക്കെ ഇദ്ദേഹം ഇവിടെ നിന്ന് കുഞ്ഞങ്ങ് സ്തുതിക്കുകയാണ്. ഇത് കേട്ട് ഇന്ദ്രൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് കുഞ്ഞിന് ദീർഘായുസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്നും ഈ പറഞ്ഞ മാതിരി ദീർഘനാൾ തപസ് ചെയ്ത് സ്വർഗസ്ഥനാവണം എന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ രാജാവിന് സാധാരണ കിട്ടുന്നതിൽ 10 മടങ്ങ് അനുഗ്രഹവും ഈ യാഗം കൊണ്ട് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ട് ഈ കുഞ്ഞിനെ തിരിച്ചുപോയി. വീട്ടിലോട്ടൊന്നും പോകുന്നില്ല, തപസ്സിന് പോവുകയാണ്. രാജാവ് സന്തുഷ്ടനായി. എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു. യജ്ഞം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പം നമുക്കും അറിയാം, ഈ പല വീടുകളിലും ഇങ്ങനെ കാണാറുണ്ട്, ഇടയ്ക്കുള്ള ആളിന് കിട്ടത്തില്ല. അതെന്റെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അവരെ ശുനശേപൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും കാര്യത്തിന് കൊള്ളാവുന്നത് ആ കുഞ്ഞുങ്ങളായിരിക്കും, നടുവിലുള്ളത്. കാരണം ഇളയതിനെ ഒത്തിരി ലാളിക്കും, മൂത്തത് അത് ആദ്യം കിട്ടിയ കുഞ്ഞല്ലേ. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇവര് രാജാവാകുമ്പോൾ കിട്ടേണ്ട വലിയ പാഠങ്ങളാണ്. ഈ വിശ്വാമിത്രനിലൂടെ പറഞ്ഞാൽ തീരാത്തത്ര മഹത്വമുള്ള ഒരു മഹാഗുരുവാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രന്റെ കഥ നമുക്ക് തൽക്കാലം നിർത്തിയിട്ട്
അടുത്ത അടുത്തത് കാണ്ഡത്തിലേക്ക്, മറ്റൊരു കഥാപാത്രത്തിലേക്ക്, അയോധ്യ അടുത്ത കാണ്ഡത്തിലേക്ക് കാണ്ഡത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പോകാം. അതോടൊപ്പം തന്നെ മറ്റൊരു കഥയിലേക്കും കൂടി പുതിയൊരു നമ്മൾ കഥ പോകുന്നു. നമുക്ക്. പുതിയൊരു കഥയുമായി വീണ്ടും നാളെ എത്താം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.